സാങ്കേതിക വിദ്യയിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് വാർത്താവിനിമയം. മുൻപ് നമ്മൾ കണ്ടിരുന്ന പോലെ എല്ലാ വാർത്തകൾ ശേഖരിക്കുന്നതും നമുക്ക് മുന്നിൽ വാർത്തകൾ എത്തുന്നതും ഡിജിറ്റൽ മീഡിയയുടെ വരവോടുകൂടി വാർത്ത എന്ന സങ്കല്പം തന്നെ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. മാറുന്ന വാർത്താ ലോകത്തിലെ കാഴ്ചകളാണ് ക്യാബ്സാറ്റിലേത്. വാസ്തവം തിരിച്ചറിയാനുള്ള, വാർത്തകൾക്കൊപ്പം സത്യം കണ്ടറിയാനുള്ള നവീന സാങ്കേതിക വിദ്യകൾ, വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ചേരുവകൾക്കൊപ്പം കൊതിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ വ്യക്തത. ന്യൂസ് സ്റ്റുഡിയോകളും ടെലിവിഷൻ സിനിമാ നിർമ്മാണ മേഖലകളും എങ്ങനെ പുനർനിർവചിക്കാമെന്ന് പറഞ്ഞു തരുന്നതായിരുന്നു 30ാമത് ക്യാബ്സാറ്റ് പ്രദർശനമേള. ക്യാമറ, സ്റ്റുഡിയോ, PCR, എഡിറ്റിംഗ്, ന്യൂസ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ തുടങ്ങി ടെലിവിഷൻ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ മേളയായിരുന്നു ക്യാബ്സാറ്റ്. ചാനൽ രംഗത്തെ വിപ്ലവത്തിനൊപ്പം സ്റ്റേജ്, മെഗാ ഇവന്റ് മേഖലകളിലെ മാറ്റങ്ങളും മേള പങ്കുവച്ചു. ചുരുട്ടിയെടുത്ത് കൊണ്ടുപോകാവുന്ന LED വാൾ, ഫ്ലോർ സ്ക്രീൻ എന്നിവ വരും കാലത്ത് ചാനൽ മെഗാ ഷോ രംഗത്തെ വിപ്ലവമാകും. Today we bring the revolution rolling up floor screen. For IMA's the first time show for Dubai. And as you can see, it's the screen can place on the floor directly. We have the highest resolution in the market, start from 0.7, 0.9, 1.2 and to 3.9 resolutions for the floor applications. You can use it as the stage, the events, the or for the events it can be easily packaged. ചാനലുകൾക്ക് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന സമയത്തും മറ്റ് പ്രധാന സംഭവങ്ങളുടെ വേളകളിലും അവതാരകർക്ക് പിന്നിലും നിൽക്കുന്ന ഫ്ലോറിലുമെല്ലാം റോളിംഗ് സ്ക്രീൻ ഉപയോഗിക്കാം. നിന്നു ചാടിയാലും ഡാൻസ് ചെയ്താലും തകർന്നു പോകാത്ത ഉറപ്പ്. മില്ലിമീറ്റർ മാത്രം കനമുള്ള സുതാര്യമായ LED സ്ക്രീനുകളും മേളയിൽ അവതരിപ്പിച്ചു. 463 സ്ഥാപനങ്ങൾ 3 ദിവസത്തെ മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്തു. ക്യാമറ, ലൈറ്റ്, സ്റ്റുഡിയോ എന്നിവയിലെ സാങ്കേതിക മാറ്റങ്ങളും അത്ഭുതാവഹമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ടെലിവിഷൻ പരിപാടികളുടെ അവതരണവും പുതിയ അനുഭവമായി. Well, this year we are celebrating the 30 years of CABSAT. Where this year we have more of media technology, AI, virtual production. We are also focusing on co-production. So it's growing more from the tech into the content marketplace space, where the buyers and sellers of content can also have access to the technology industry. And at the same time, satellite industry is anyways a part of the show. So this year we are more focused. We have more exhibitors. We have 463 exhibitors in all. And we are expecting 18,000 visitors across the 3 days of the show. സാറ്റലൈറ്റ് രംഗത്തെ മാറ്റങ്ങൾ വേഗത്തിന്റെയും വ്യക്തതയുടെയുമായിരുന്നു. അറബ് സാറ്റ് അടക്കമുള്ളവ ഇത് കാട്ടിത്തന്നു. കോവിഡ് കാലത്തിന് ശേഷം വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറിയതിന്റെ പ്രതിഫലനവും ക്യാബ്സാറ്റിൽ കണ്ടു. ഇന്ററാക്റ്റീവ് സ്ക്രീൻ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മേള പറഞ്ഞു തന്നു. PowerPoint presentations to everything to high brightness, where we use the projectors on Deira Clock Tower. I don't know if you've driven around Deira Clock Tower recently, but you will see high brightness images where we have 16 of our high brightness 30,000 lumen projectors. So we offer a breadth of products from the really entry level right the way up to the high brightness and everything in between. Yes, so yeah, we offer fully interactive solutions. In fact, behind me in the stand, we have 3 projectors where they're married together, they're grouped together to really offer students a thoroughly immersive teaching experience. കാഴ്ചയിലെ ആരോഗ്യ പരീക്ഷണങ്ങളും ചെറുതായിരുന്നില്ല. ടിവിയോ മറ്റ് സ്ക്രീനുകളോ നോക്കിയിരിക്കുമ്പോൾ കണ്ണിനുണ്ടാകാവുന്ന അസ്വസ്ഥതയും ആരോഗ്യ പ്രശ്നങ്ങളും മേള ചർച്ച ചെയ്തു. വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യയും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള മാർഗങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. We do a lot of research with many end customers, and there's a difference in the eye fatigue, right? Depending on the technology, it could just be that people enjoy watching projection more over a longer period, right? If you need to watch a video or a movie on an LED display, your eyes will be more tired faster, which comes out of regular multiple studies. And that's also where projection can have an edge for those applications where you need to watch for a longer period of time. റേഡിയോ സ്റ്റേഷനുകൾക്ക് ആവശ്യമായ ഓഡിയോ സംവിധാനമായിരുന്നു മറ്റൊരു മേഖല. ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷന് കൂടുതൽ പരിഗണനയും ലഭിച്ചു.
ഇത് മനസ്സിലാക്കി അടുത്ത വർഷത്തേക്ക് ഡിജിറ്റൽ മേഖലയ്ക്ക് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. We were more into the studio or the media technology side, but now we are getting into slowly into the digital side, where the amateur content creators for the platform of Instagram or Snapchat, so they are also becoming a part of the show. വീഡിയോ വേൾഡ് രംഗത്ത് വരും കാലത്ത് സംഭവിക്കാവുന്ന മാറ്റങ്ങൾ പങ്കുവച്ച ഇന്റഗ്രേറ്റഡ് മിഡിൽ ഈസ്റ്റിന്റെ 2ാമത് പതിപ്പും ക്യാപ്സാറ്റിനൊപ്പം നടന്നു. 18,000 പേരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും 30ാമത് ക്യാപ്സാറ്റ് മേളയ്ക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ എത്തിയത്.